ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മുടെ ഈസ്റ്റർ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഈസ്റ്റർ ദിനത്തിൽ ഇന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, നമ്മളെ സംബന്ധിച്ച് കുറച്ചുകൂടി സ്പെഷ്യലാണ്. വേറൊന്നുമല്ല, ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഒരുപാട് ആരാധിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പക്രു ചേട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം ഈസ്റ്റർ ദിനത്തിൽ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് ചേരുന്നത്. അപ്പോൾ നമ്മുടെ സെലിബ്രിറ്റി ചാറ്റ് ഷോ ആയിട്ടുള്ള റെഡ് കാർപ്പറ്റിലേക്ക് 1000 സ്വാഗതം, ഒരുപാട് സ്വാഗതം ചേട്ടാ. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം അല്ലേ? നമുക്ക് എല്ലാ വർഷവും ഈസ്റ്റർ വന്നു പോകും. ഈസ്റ്ററാണ്. എന്തായാലും നമ്മുടെ റേഡിയോ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ ആദ്യം തന്നെ അറിയിക്കുന്നു. ഒത്തിരി സന്തോഷം. അപ്പോൾ തിരിച്ചും അതുപോലെ തന്നെ ചേട്ടനും ഫാമിലിക്കും ഒക്കെ ഞങ്ങൾ ആശ്രയ FM 90യുടെ ഭാഗത്ത് നിന്ന് എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ ഈസ്റ്റർ ദിനത്തിൽ നമ്മളോടൊപ്പം ചേരുമ്പോൾ നമുക്ക് ഈസ്റ്റർ ദിനത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. അതായിരിക്കും അതിനകത്ത് ഏറ്റവും നല്ലത്. എന്തൊക്കെയാണ് എല്ലാ വർഷത്തെക്കാളും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത്തവണ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്നും കുടുംബത്തോടൊപ്പം തന്നെ ഈസ്റ്റർ ആശംസ. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഈസ്റ്റർ ദിനത്തിൽ ആഘോഷ പരിപാടികളോ അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്ക് സുഹൃത്തുക്കളൊക്കെ വരാറുണ്ട്, അങ്ങനെ ഒന്നിച്ച് ഈസ്റ്റർ ആഘോഷിക്കും. കോട്ടയത്ത് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വരികയും അവരുമായിട്ട് ഒന്നിച്ച് സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈസ്റ്റർ ദിനത്തില്. ആ ഓർമ്മകളൊക്കെയാണുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് പ്രോഗ്രാമുകളിൽ സജീവമായിരുന്നൊരു കാലത്ത് മിക്കവാറും ഈസ്റ്ററൊക്കെ ഏതെങ്കിലും പള്ളികളിലും അല്ലെങ്കിൽ പള്ളി പരിപാടി സ്റ്റേജ് ഷോകളിലൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യവും കിട്ടിയിട്ടുണ്ട്. കാരണം ഓരോ വിശേഷ ദിവസങ്ങളിലും അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സ്റ്റേജ് ആയിരിക്കുമല്ലോ നമുക്ക് കൂടുതലും കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നമ്മുടെ ആഘോഷങ്ങളൊക്കെ ഒരു കാലത്ത് സ്റ്റേജ് പരിപാടിയായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. ഓക്കെ, എനിക്കൊന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉത്സവ സീസണിന്റെ ഇടയ്ക്കാണ് ഈസ്റ്റർ എല്ലാ വർഷം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസങ്ങളോളം ഒരുപക്ഷെ വീട്ടിൽ പോലും കയറാത്തൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങൾ, അത് കഴിഞ്ഞാൽ നേരെ പള്ളികളിലേക്ക് പോകുന്നു, പിന്നെ ഈസ്റ്റർ, അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നല്ലേ? അതെ അതെ അതെ. ഓക്കെ, ഒത്തിരി സന്തോഷം. എന്തായാലും വിഷു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസ്റ്റർ അങ്ങനെ അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് പല പല ആളുകള്, പല ജില്ലകള് അല്ലെങ്കിൽ പല നാടുകള്, അങ്ങനെ മൊത്തത്തില് നമുക്ക് ആ ഒരു സമയം ശരിക്കും ഒരു വലിയ സന്തോഷത്തിന്റെയും ഒരുപാട് ഒത്തുചേരലുകളുടെയാണ്. പറഞ്ഞ പോലെ ഈസ്റ്റർ ഞാൻ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതൊന്നല്ല, ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പക്രുചേട്ടൻ സംസാരിക്കുമ്പോൾ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഉറപ്പായിട്ടും പറയാന്നുള്ളതാണ്. അപ്പോൾ ചേട്ടനോട് മലയാളികൾക്കുള്ള അതേ അടുപ്പം തന്നെ ഫാമിലിയോടൊപ്പം നമുക്കുണ്ടെന്നുള്ളത്. കാരണം സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഭയങ്കര അപ്ഡേറ്റ് ആണ്. ചേട്ടൻ്റെ സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനലിലാണെന്നുണ്ടെങ്കിലും ഓരോ കാര്യങ്ങളും കറക്റ്റ് ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 4 പേരുള്ള വളരെ ക്യൂട്ടായിട്ട് മലയാളികളൊക്കെ ഒത്തിരി ചേട്ടനോടൊപ്പം ഇഷ്ടപ്പെടുന്നൊരു ഫാമിലി ആയിട്ടോ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചോദിക്കുകയാണ്, ആ ഒരു ഹാപ്പിനെസ്സിൻ്റെ പൊടിക്കൈന്ന് തന്നെ ഞാൻ ചോദിക്കും എന്തായാലും. അല്ല, അങ്ങനെയല്ല, കുടുംബത്തിനൊപ്പം ചെലവഴിക്കാനും അവർക്ക് അവരുടെ കാര്യങ്ങൾക്കുള്ള ഒരു പ്രയോറിറ്റിയും, പിന്നെ നമ്മളവിടെ എപ്പോഴും അവരിൽ ഒരാളായിട്ട് വളരെ കുട്ടികളൊക്കെ ആണെങ്കിലും ഒരു അച്ഛൻ എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് അവരുടെ ഒരു ഫ്രണ്ടായിട്ട് അവരോടൊപ്പം കൂടുമ്പോൾ അതൊരു വളരെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മറ്റൊരു കാര്യം, സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ അറിയാതെ സംഭവിച്ചു പോയതാണ്. സോഷ്യൽ മീഡിയ വളരെ സജീവമാവുന്ന കാലം തൊട്ടേ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വിശേഷങ്ങളും മോളുമായിട്ടുള്ള ചിത്രങ്ങളും കുടുംബമായിട്ടുള്ള ചിത്രങ്ങളും അങ്ങനെ 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 വന്നു വരുമ്പോ സ്വാഭാവികമായിട്ടും ആ ഒരു ഏരിയയില് നമുക്ക് കുറെ സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരുമായിട്ട് വിശേഷം പങ്കുവയ്ക്കുന്ന ഭാഗമായിട്ട് അങ്ങനെ അങ്ങ് പോയെന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് പൊടിക്കൈയൊന്നുമില്ല. നാഥൻ ഗൃഹനാഥനായിട്ടിരിക്കുക, അത്ര തന്നെ. സൗഹൃദമായിട്ടിരിക്കുക, കൂട്ടുകാരെ പോലെ കുട്ടികളെ കാണുക എന്നുള്ളതാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് വന്നത് ശരിക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് സംഭവമായിരുന്നു. ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അല്ലെങ്കിൽ ആദ്യം കുഞ്ഞിൻ്റെ ഫോട്ടോയൊക്കെ ചിത്രമൊക്കെ ഇടുമ്പോൾ ആ സോഷ്യൽ മീഡിയ വല്ലാണ്ട് ഏറ്റെടുക്കുന്നു. അങ്ങനെ അതിനുശേഷമാണ് പിന്നെ ഒരു ആക്റ്റീവ് ആയതല്ലേ ചേട്ടൻ ശരിക്കും? അല്ല, അങ്ങനെ ഒരു ഏറ്റെടുക്കലിന് വേണ്ടിയിട്ടതല്ല. ഞാൻ നമുക്കിപ്പം നമ്മുടെ വിശേഷങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കാണിക്കാനായിട്ട്, നമ്മൾ എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയും, പിന്നെ നമ്മുടെ പ്രൊജക്റ്റുകളാണെങ്കിലും നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ട് ആ ഒരു കാലത്ത് സജീവമായതാണ്.
അതിലേക്ക് ഗ്രാജുവലി വന്നു കയറിയാണ് ഈ കുടുംബവിശേഷങ്ങളും കുടുംബചിത്രങ്ങളും കുടുംബത്തിന്റെ പ്രത്യേകിച്ച് ഇപ്പൊ കുടുംബങ്ങളുടെ പിറന്നാളാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും അങ്ങനെ വന്നപ്പോ അത് അവരേറ്റെടുത്താണ്. അതില് വലിയ സന്തോഷമുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അതെ അതെ. ശരിക്കും സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഒരാളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ക്ലീഷ ക്വസ്റ്റ്യൻ കേട്ടോ, വേറൊന്നുമല്ല. നമ്മുടെ ഇപ്പൊ മകളാണെന്നുണ്ടെങ്കിലും അഭിനയിക്കാനൊക്കെ ഉള്ള ഒരു താല്പര്യമൊക്കെ കാണിക്കുന്നു. ആ ഒരു മേഖലയിലൊക്കെ കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചേട്ടന്റെ ഒരു തീരുമാനമൊക്കെ? അല്ല, മേഖലയിലേക്ക് കടന്നു വന്നാൽ തീർച്ചയായിട്ടും എനിക്ക് ഇതൊരു അഭിപ്രായമൊന്നുമില്ല, സന്തോഷം തന്നെ. അവരുടെ താല്പര്യം എന്താണ് അതിന് വിടുക. അവരുടെ താല്പര്യം അങ്ങനെ തന്നെയാണ്. അതും എന്റെ ഉത്തരവ് അപ്പൊ ഇച്ചിരി ക്ലീശയായി പോകുന്നു മാത്രമേ ഉള്ളൂ. ഒരുപാട് ആൾക്കാരെ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ എനിക്കും പറയാനുള്ളൂ. പിന്നെ അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ പഠിത്തത്തിന് കൊടുക്കും. കാരണം പഠിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഒരിക്കല് ഞാൻ ബാലതാരമായിട്ട് തിലകൻ ചേട്ടന്റെ ഒരു സെറ്റിൽ ചെന്ന സമയത്ത് തിലകൻ ചേട്ടൻ ആദ്യമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞത്, നീ എത്രയില്ല പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ 8ായിട്ടുണ്ട്. ആദ്യം പഠിത്തം പൂർത്തിയാക്കുക, എന്നിട്ട് മതി ഇതൊക്കെ. ഇതിലൊന്നും കൂടുതൽ പോയി പഠിത്തം കളയരുതെന്നുള്ളൊരു ഉപദേശമാണ് അദ്ദേഹം തന്നിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അതിനുശേഷം എനിക്ക് തോന്നുന്നു എക്കണോമിക്സിൽ MA വരെ എടുത്തു. MA അല്ല, MA പ്രൈവറ്റ് ആയിട്ടാണ് ഇത് ചെയ്തത്. പക്ഷെ PGDC ഡിപ്ലോമ ചെയ്തത്. ഓക്കെ ഓക്കെ. BA എക്കണോമിക്സ് ആണ്. അത് കോട്ടയത്തായിരുന്നു പഠിച്ചേക്ക്. അതെ, അത് കഴിഞ്ഞതിന് ശേഷമാണ് MA മിമിക്രി ആർട്ടിസ്റ്റ് എന്ന ലേബലിൽ നമ്മൾ വലിയ പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയത്. അതുപോലെ തന്നെ പേരിന് പിന്നിലെ ഒരു സ്റ്റോറി ഉണ്ട്. പേരിൽ വന്നൊരു മോഡിഫിക്കേഷൻ, 3 പേരുകൾ അല്ലെ, 3 പേരുകൾ മാറി ഒരു പേരിലേക്ക് എത്തി നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഗിന്നസ് അവാർഡ് കിട്ടുന്ന അല്ലെങ്കിൽ ആ അവാർഡ് വരുന്ന ഒരു ടൈം എന്ന് പറയുന്നത് മമ്മൂക്കയോടൊപ്പം വേദി പങ്കിടുന്ന ഒരു സമയമായിരുന്നു അല്ലേ? അതിനെപ്പറ്റി അതെന്താണ് ആ ഓർമ്മകളൊക്കെ, ആ ഒരു പേരിന് പിന്നിലെ മാറ്റം? അല്ല, പേരില് പക്രു എന്നുള്ള, അതായത് ഉണ്ടപ്പക്രു എന്ന പേര് ഈ പറഞ്ഞ പോലെ തന്നെ പലരും എൻ്റെ അടുത്ത് ഈ വേദികളിലൊക്കെ സ്വാഗത പ്രാസംഗികരും അല്ലെങ്കിൽ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോഴും ഒക്കെ അങ്ങനെ പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവർ വന്ന് ചോദിക്കും സ്വകാര്യമായിട്ട് നമ്മളോട് ഇങ്ങനെ പറയട്ടെ എന്നുള്ളൊരു ചോദിക്കും. ഒന്ന് അതൊരു കാരണം. രണ്ടാമത് പിന്നീട് ഈ അത്ഭുതദ്വീപൊക്കെ കഴിഞ്ഞ സമയത്ത്, അത്ഭുതദ്വീപ് ചെയ്യുന്ന സമയത്തൊക്കെ എന്റെ പേരിങ്ങനെ എന്നെ അങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നതെങ്കിലും അതിലുള്ള ഉയരം കുറഞ്ഞ പല ആൾക്കാരും ഞങ്ങളെ കളിയാക്കാനായിട്ട് വിളിക്കുന്ന പേരായിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടുകൂടെ കൂട്ടി വെച്ചപ്പോ എനിക്ക് തോന്നി അതൊരു അങ്ങനെ കളിയാക്കാൻ ഉപയോഗിക്കുന്ന പേരെടുത്ത് നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെയൊക്കെ വിളിക്കാനുള്ള ഒരു ലൈസൻസ് പോലെ ആയി പോവില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് ഈ പേര് പൂർണ്ണമായിട്ടും മാറ്റാനും പറ്റില്ല. കാരണം അങ്ങനെ മാറ്റിയാലും അത് മാറുകയില്ല. അല്ല, ജനങ്ങളോട് സ്വീകരിച്ചാലേ പറ്റത്തുള്ളൂ. നമ്മൾ നാളെ രാവിലെ അങ്ങനെയുള്ളത് കൊണ്ട് അല്ല, ഞാനുമായിട്ട് എന്നെ വളരെ അടുപ്പമുള്ളവരും അടുത്തറിയാവുന്നവരും അങ്ങനെയുള്ളവരൊക്കെ വളരെ റെയർ ആയിട്ടായിരിക്കും അങ്ങനെയുള്ള അഭിസംബോധനകൾ കഴിയുന്നത്. എന്നെ അജയാവുന്നല്ല, അജയ് എന്നൊക്കെ വിളിക്കുള്ളൂ. ഏറ്റവും അടുത്ത വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ അജി എന്ന് വിളിക്കും. അങ്ങനെയൊക്കെയാണ് വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ എടുത്തു വെച്ചൊരു പേരല്ല. ഞാൻ അമ്പിളിയമ്മാവൻ സിനിമയിലെ ആ ക്യാരക്ടർ ചെയ്തപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ യുവജനോത്സവങ്ങളിലെ പ്രോഗ്രാമിന് സ്റ്റേജ് പരിപാടികളും ഒക്കെ ആയിട്ട് ഇറങ്ങിയ സമയത്ത് മീഡിയയിലൂടെ ആ കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടുമായിരുന്നു ആ പടത്തിന്റെ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടുന്നതും. അത് പട്ടണത്തിൽ ഭൂതം എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ട് മമ്മൂക്കയാണ് ആ അവാർഡ് മേടിച്ചത്. എന്നുവെച്ചാൽ അദ്ദേഹത്തിന്റെ കയ്യിലോട്ടാണ് ആ കൊറിയർ വന്നത്. അപ്പൊ അത് നമുക്കൊരു ഇവന്റ് ആയിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവര് നടത്തിയിരുന്നില്ല, ഗിന്നസ് റെക്കോർഡ് ടീം. അങ്ങനെയൊന്നും അല്ലാതെ സാധാ ഒരു അംഗീകാരമായിട്ട് അവർ അയച്ചപ്പോ ഇത് ഓപ്പൺ ചെയ്തത് നോക്കി ആദ്യം മമ്മൂക്കയാണ് ഒരു കമന്റ് ചെയ്തത്, ഇത് വലിയൊരു കാര്യമാണ്, ആഘോഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതൊന്നും എനിക്ക് തന്നാൽ വലിയ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞപ്പോ, ചേട്ടാ ഇതൊരു ചെറിയ പരിപാടിയായിട്ടൊക്കെ എങ്ങനെയാ, അതൊന്നല്ല, എനിക്ക് തന്നാൽ മതി എന്ന് മതി, വളരെ ഹാപ്പി ആയിരിക്കുന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഞങ്ങൾ ചുരുക്കം ചില സുഹൃത്തുക്കളും കൂടെ ചേർന്ന് ഒരു ചെറിയ ഒരു എന്താ പറയുന്ന ഒരു പരിപാടി പ്ലാൻ ചെയ്ത് അതിലാണ് മമ്മൂക്ക എനിക്കത് തന്നത്. അപ്പൊ തന്നെ അതിനകത്തെ ആ കളിയാക്കലിന്റെ ഭാഗമോ അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റു കൂട്ടുകാർക്ക് വേദനിപ്പിക്കുന്നതോ മാറ്റി ഗിന്നസ് പക്രു അങ്ങനെ ഒരു മോഡിഫിക്കേഷൻ വരുത്തിയത് അതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ പേര് പക്രു എന്നുള്ളത് അതുകൊണ്ട് എന്റെ ഗിന്നസും കൂടെ വന്നപ്പോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്തു മാത്രമേ ഉള്ളൂ. സൂപ്പർ. അല്ല, ഒരുപക്ഷെ
എനിക്ക് തോന്നുന്നു അജീന്നോ അല്ലെങ്കിൽ അജയ് എന്നൊക്കെ ഉള്ളൊരു പേര് നമുക്ക് സ്വപ്നത്തിൽ പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഓൾറെഡി ആ പക്രു എന്ന് പറഞ്ഞിട്ടുള്ള പേര് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ പലർക്കും അല്ല അങ്ങനെ ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇനിയിപ്പോ അജയൻ എന്ന് പറഞ്ഞാലും ഏത് അജയൻ എന്ന് ചോദിക്കും. ഉറപ്പായിട്ടും ചോദിക്കും. അപ്പൊ വീണ്ടും ഈ പേര് തന്നെ സൂചിപ്പിക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് അതിപ്പോ ഞാൻ രണ്ട് രീതിയിൽ ചിന്തിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തത്. ഇപ്പോഴും ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഇപ്പോൾ നാട്ടിലൊക്കെ അന്ന് അജയൻ എന്നുള്ള പേര് അല്ലെങ്കിൽ അജീന്ന് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാർ വിളിക്കും. ഇപ്പോഴും ആ പേര് വിളിക്കുന്ന ആരെങ്കിലും ഒക്കെ ലിസ്റ്റിലുണ്ടോ? ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ. ആൾക്കാരുണ്ട്, നാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. അതിലും എനിക്ക് എതിർപ്പൊന്നുമില്ല. കാരണം ഒരു കാലത്ത് നമ്മൾ കുറച്ചു കാലത്തോളം കൊണ്ടു നടന്ന പേരല്ലേ. അതെ അതെ. അപ്പൊ ആ പേര് ശരിക്കും പറഞ്ഞ ഈ പേര് എന്റെ അമ്മയ്ക്കോ അല്ല എന്റെ ഫാമിലിയിലുള്ളവർക്കൊന്നും അങ്ങനെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്രു എന്നുള്ള പേര് അവര് നമുക്ക് ഇട്ടൊരു പേരുണ്ട്, അതായിരിക്കും പക്രു പിന്നെയും ഓക്കെയാണ്, മറ്റേ പേര് ഒട്ടും പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മള് പിന്നെ അതിന്റെ പുറകെ അങ്ങനത്തെ ഒരു പ്രൈസ് കിട്ടി, സ്റ്റേറ്റ് യുവജനോത്സവത്തിൽ അല്ലെങ്കിൽ ഒരു സമ്മാനം കിട്ടിയാൽ എത്ര പത്രങ്ങളായിരിക്കും അന്ന് എഴുതുന്നത്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ, ഒരിക്കലും പറ്റില്ല. അപ്പൊ പിന്നെ അതങ്ങനെ അങ്ങ് വന്നതാണ്. അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളിലേക്ക് ചാർത്തി തന്നൊരു പേരായിട്ട് വന്നതാണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഒരു എന്താ പറയാ കരിയറിന് ഗുണമേ കിട്ടിയിട്ടുള്ളൂ. കാരണം അതുകൊണ്ടൊരു ബഹുമാനക്കുറവോ സ്നേഹക്കുറവോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നൊരു താല്പര്യക്കുറവോ അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. എല്ലാ തരത്തിലും ഉള്ളൊരു റെസ്പെക്ട് പ്രത്യേകിച്ച് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഞാനിപ്പോ ഏതാണ്ട് 35 വർഷത്തിനടുത്തായില്ലേ. ബാലതാരമായിട്ട് 10 വർഷവും പിന്നെ ജോക്കർ തൊട്ട് ഇങ്ങോട്ട് വന്നാൽ ഒരു 25 വർഷമാകുന്നുണ്ട്. അപ്പൊ ഇത്രയും കാലം അങ്ങനെ ഒരു പേരും കൊണ്ട് ഇത് വന്നിട്ട് എല്ലാവരിലും ഒരു വളരെ സ്നേഹമാണ് അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ അത്ഭുത ദ്വീപ് എന്ന ചിത്രത്തെ പറ്റി അല്പം മുമ്പ് തന്നെ ചേട്ടൻ സൂചിപ്പിച്ചു. അത് ശരിക്കും ലൈഫിൽ ഒരു അത്ഭുതമൊക്കെ സൃഷ്ടിച്ചിരുന്നു. ആ ഒരു ചിത്രം നമ്മളെ സംബന്ധിച്ച്, പ്രേക്ഷകരെ സംബന്ധിച്ച് ആ ഒരു ചിത്രമേ അത്ഭുതം തന്നെയാണ്. അപ്പം ചേട്ടനെ സംബന്ധിച്ച് എനിക്കും ഇന്നും അത്ഭുതം തന്നെ. കാരണം ഞാൻ ആകെപ്പാടെ 3-4 ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. ഞാൻ 300 പേരെ കാണുമ്പോഴുള്ള എന്റെ ഒരു അത്ഭുതം. അതിനുശേഷം പിന്നീട് ഈ സിനിമ സംഭവിക്കുക, ആ സമയത്തും അത്രയും ഈ നമ്മുടെ സിനിമയുടെ ടെക്നിക്കൽ കാര്യങ്ങളോ അല്ലെങ്കിൽ ഗ്രാഫിക്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇത് എങ്ങനെ നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള വലിയ സീരിയസ്നെസ് ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. സാറ് എന്റെ അടുത്ത് പറഞ്ഞു തരുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യുക, പിന്നെ കുറച്ച് റിസ്കി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തു. ഫൈറ്റ് ചെയ്തു, ഡാൻസ് ചെയ്തു, കുതിരപ്പുറത്ത് പോയി. പിന്നെ അതിനകത്ത് ആ കഥാപാത്രത്തിന് തന്നെ ആ സ്ക്രിപ്റ്റിൽ ഒരു ബലമുള്ള ക്യാരക്ടർ എനിക്ക് കിട്ടി. പിന്നീട് ആ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. പിന്നീട് ആ ഒരു സിനിമയുടെ ഒരു ബ്രാൻഡിലേക്ക് നമ്മളെയും കൂടെ ഒരു എനിക്കും കൂടി ആ സിനിമ എന്ന് പറയുമ്പോൾ നമ്മളെയും കൂടെ ഓർക്കുന്ന തരത്തിലേക്ക് ആ സിനിമയോട് ചേർത്തൊരു ബ്രാൻഡായിട്ട് നമ്മൾ വന്നു. അപ്പൊ അതുപോലെ കേരള സ്റ്റേറ്റ് അവാർഡും ഗിന്നസ് വേൾഡ് റെക്കോർഡും ഒക്കെ കിട്ടുകയും ഇപ്പൊ ഏതാണ്ട് 20 വർഷമായിട്ട് ഇന്നും ആ സിനിമ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിൽ ഒരു വലിയ മൈൽ സ്റ്റോൺ തന്നെയാണ്, ഒരു ചേഞ്ച് തന്നെയാണ്. ഗിയർ ഷിഫ്റ്റ് എന്നോ അല്ലെങ്കിൽ ട്വിസ്റ്റ് എന്നൊക്കെ പറയാവുന്ന പോലെ ഒരു പ്രധാന വേഷം നമ്മൾ ചെയ്യുക, ആ സിനിമ ആൾക്കാർ ഏറ്റെടുക്കുക, അതിന് ഏറ്റെടുത്താൽ മാത്രമല്ല അതിനൊരു ലൈഫ് ഉണ്ടല്ലോ, ഒരു ലൈഫുള്ള ഏറ്റെടുക്കലായിരുന്നു. ഇന്നും ആ സിനിമയുടെ കാര്യങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ ആൾക്കാർക്കുണ്ടാവും. അപ്പം തന്നെ ആ സിനിമ ഇങ്ങനെ ആളുകളുടെ മനസ്സിൽ ഞാൻ കൊണ്ടു നടക്കുന്ന അതേ സ്നേഹത്തോടുകൂടി അവരും കൊണ്ടു നടക്കുന്നു. തീർച്ചയായിട്ടും. അപ്പൊ അതാണ് ഇപ്പൊ ഈ 2 ഒക്കെ അനൗൺസ് ചെയ്തപ്പോഴും ഒക്കെ ഉള്ള എല്ലാവരുടെയും ആവേശം വന്നത് അതിലാണ്. അപ്പം അത്ഭുത ദ്വീപിന്റെ ഫുൾ ക്രെഡിറ്റ് അത് എക്സിക്യൂട്ട് ചെയ്ത അത് വിജയൻ സാറിന് തന്നെയാണ്. കാരണം നമ്മളെ പോലുള്ളവരെ കൊണ്ട് അന്നത് അദ്ദേഹം ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അല്ല, അദ്ദേഹം ഓരോ പരീക്ഷണങ്ങളും മലയാളികളെ എങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സിനിമകളിലൂടെ. അതിനകത്ത് ഏറ്റവും എന്താ പറയുന്നത് തിലകക്കുറി എന്നൊക്കെ പറയുമ്പോഴുള്ളൊരു ചിത്രമായിരുന്നു ഈ ഒരു ചിത്രം. അതിൽ പ്രധാന കഥാപാത്രമാണ് പക്രു ചേട്ടൻ എന്ന് വിനയൻ ചേട്ടൻ പറയുമ്പോൾ പെട്ടെന്ന് അതിന്റെ ഒരു ഞെട്ടൽ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് അത് പ്രതീക്ഷിച്ചിരുന്ന തന്നെയായിരുന്നു. വിളിച്ചപ്പോ എനിക്കൊരു വേഷം ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഒരു പ്രധാന വേഷം ഞാനാണെന്നോ അതിന്റെ ഒരു വലിയ ടെൻഷനൊന്നും എനിക്ക് തന്നില്ല. അപ്പോ കഥാപരമായിട്ട് കഥ പറഞ്ഞ് എനിക്ക് പുള്ളി എന്താ പറയുക സ്പൂൺ ഫീഡിങ് പോലെ പയ്യാണ് എനിക്കത് പുള്ളി അത് എന്നിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ചെയ്ത കാരണം നമുക്ക് ഇതിനകത്ത് എങ്ങനെയാ എന്താന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ രാജകുമാരനാണെന്നും അങ്ങനത്തെ സൈഡിൽ കൂടി അങ്ങനെ അങ്ങ് പോകുന്നു, ഹീറോ രാജു ആണ് എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം.
പിന്നീട് അതിന് കുറെ ഉപകഥകളൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ സാറിന്റെ ഇന്റർവ്യൂകളിലും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ എഴുതിയിട്ടുണ്ട്. അക്കാലത്ത് പൃഥ്വിരാജിനൊരു വിലക്കുണ്ടായതും അതിനെ അദ്ദേഹം മറികടന്ന് സിനിമ ചെയ്തതിന്റെ കഥകളൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നെ ഈ സിനിമയിലേക്ക് വിളിക്കുമ്പോൾ എന്റെ അടുത്ത് അങ്ങനെ പ്രധാന വേഷമാണെന്നോ അല്ലെങ്കിൽ നീയാണ് നായകനെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞത് നിനക്ക് ഇതിനകത്തൊരു നിനക്കിതിനകത്തൊരു നല്ല കഥാപാത്രം ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ എന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും അടുത്ത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ അമ്പിളിച്ചേട്ടനാണ് എന്റെ ആദ്യത്തെ സിനിമയിലെ അച്ഛൻ, അമ്പിളി അമ്മാവൻ. അതിലെ ക്യാരക്ടറാണ് പക്രു എന്ന് പറഞ്ഞ ഞാൻ ആദ്യം പറഞ്ഞ പേര് ക്യാരക്ടർ. രണ്ടാമത്തെ സിനിമയെന്ന് പറഞ്ഞ അത് കഴിഞ്ഞ് എന്റെ ജീവിതത്തിൽ വളരെ സെക്കൻഡായിട്ട് സെക്കൻഡ് ഓപ്പണിംഗ് എന്ന് പറയുന്ന പോലത്തെ ഒരു പടമാണ് അത്ഭുത ദ്വീപ്. ആ പടത്തിലെ എന്റെ അമ്മാവനായിട്ട് അദ്ദേഹമായിരുന്നു 2 വർഷം. അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹവും അദ്ദേഹത്തിന്റെ ഒരു എവിടെയെങ്കിലും എന്റെ കഥാപാത്രം ഒന്ന് ശക്കല ഒന്ന് താഴേക്ക് പോകുമ്പോൾ ഒരൊറ്റപ്പിടുത്തം പിടിക്കും പുള്ളി. രാജകുമാരനാണ്, രാജകുമാരൻ, അല്ലാതെ തണുക്കരുത് അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആ ക്യാരക്ടറിനെ അങ്ങനെ പവർഫുൾ ആക്കി ഇങ്ങനെ കൂടി ഇടയ്ക്കുന്നത് സത്യം. അതെ. പിന്നെ ഓഫ്കോഴ്സ് നമ്മുടെ രാജുവിന്റെ ഒരു സപ്പോർട്ട്. രാജു ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനോട് ചേർന്ന് നിന്നിട്ട് അത്രയും വലിയ ആ ഒരു സിനിമ അത്രയും ഇങ്ങനെയുള്ള ആൾക്കാർ കുറെ ആളുകൾ ഇതൊന്ന് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഫൈറ്റ് അതിന്റെ കാര്യങ്ങൾ അപ്പൊ ആ സിനിമയോട് ചേർന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ ഒരു തീയും അതും ഒക്കെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഗുണകരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ. ചേട്ടൻ എപ്പോഴോ ഷെയർ ചെയ്തിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട്, ഏതോ ഇന്റർവ്യൂവിൽ തന്നെയാണ്. അതിനകത്ത് ഈ മുട്ടുമടക്കി രാജുവേട്ടൻ ജഗദീഷ് ചേട്ടൻ ഉൾപ്പെടെ ഉള്ളവർ മുട്ടിങ്ങനെ മടക്കി ഇന്ദ്രൻ ചേട്ടൻ അതൊരു ഭയങ്കര സീനായിപ്പോയി. അതിനിടയ്ക്ക് ചേട്ടനോട് എപ്പോഴും എന്തൊക്കെയാ കാര്യങ്ങൾ അവർ അതിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അല്ലേ? അതെ, അത് നടക്കുമ്പോൾ കുറച്ച് നടക്കണം. കാരണം ഞങ്ങൾ സ്പീഡിൽ വാശിക്ക് എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ സംസാരിച്ച് വരുമ്പോൾ ഇവര് മുട്ടയിലായതുകൊണ്ട് അവർക്ക് അത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ കുറച്ച് സ്ലോവാ നടപ്പല്ലെങ്കിലും പക്ഷെ മറ്റ് കൂടെ വരുന്ന ഭടന്മാരും മന്ത്രിമാരും അവരും ഒക്കെ ഒരു വളരെ ചുറുചുറുക്കോടുകൂടി വരുമ്പോൾ അത്രയും സ്പീഡില് മുട്ടിൽ വരാൻ പറ്റില്ല. അപ്പം അതിനനുസരിച്ച് ആവേശം ചോരാതെ നടക്കണം. അങ്ങനെ ആണത് എടുത്തത്. പക്ഷെ ആ ഷോട്ടുകളെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴാണിത് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കിയത്. അത് അഴിച്ച് കണ്ടപ്പോ അന്നേരം എനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളുകൊണ്ടൊരു ചെറിയ വേദന തോന്നി. കാരണം അവർ അത്രയും റിസ്ക് എടുത്ത് കൂടെ നിന്നുള്ളതാണ്. അതെ, അതല്ല അത് ചെയ്യണമല്ലോ. ഇപ്പൊ നമ്മളാണെങ്കിലും ഇപ്പൊ ഞാനിപ്പോ അഭിനയിക്കുക മുട്ടുമുടക്കി അങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്തല്ലേ പറ്റുള്ളൂ. വീണ്ടും നമ്മളൊക്കെ പ്രതീക്ഷിക്കുക അതുപോലെ ഒരു അത്ഭുത ദ്വീപ് പോലെ ഒരു അത്ഭുത ചിത്രം വരുമെന്നുള്ളതാണ് മലയാളികൾ പ്രേക്ഷകരൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ. അതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതുമായിട്ട് സാറിങ്ങനെ മുന്നോട്ട് പോകുന്നു. അതൊരു വലിയ പടമായിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അനൗൺസ് ചെയ്തതിന് ശേഷം മറ്റു സിനിമകൾ പോലെയല്ലല്ലോ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പ്രയാസകരമായ കാര്യമാണ്. പിന്നെ അത് ചെയ്യുമ്പോൾ ഇനിയിപ്പോ നമ്മുടെ മലയാളത്തിൽ മാത്രമായിട്ട് നമുക്ക് ഒതുക്കി നിർത്താനും പറ്റില്ലല്ലോ, ഒരിക്കലും പറ്റില്ല. അപ്പൊ ആ രീതിയിലുള്ള നീക്കങ്ങളെല്ലാം സാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. സൂപ്പർ അടിപൊളി. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അത്ഭുത ദ്വീപ് കഴിഞ്ഞ് ഇങ്ങോട്ടൊരു യാത്രയിൽ വരുമ്പോൾ പക്രുച്ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞ 1-2 സിനിമകളുണ്ട് കേട്ടോ. ഞാനൊരു 2 സിനിമ അല്ലെങ്കിൽ ഒരു 3 സിനിമ ഞാൻ പേര് മാത്രം ഒന്ന് സൂചിപ്പിക്കുക. ചേട്ടൻ ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിപ്പോൾ സെറ്റിലെ ഓർമ്മകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കൂടെ അഭിനയിച്ച ആളുമായിട്ടുള്ള ഓർമ്മകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, വളരെ കുഞ്ഞു ഓർമ്മകൾ അല്ലെങ്കിൽ ആ ചിത്രം മനസ്സിലേക്ക് കേൾക്കുമ്പോൾ ആദ്യം വരുന്നത് എന്താന്ന് പറയണം കേട്ടോ. ആദ്യം ഞാൻ പറയുന്നത് കുഞ്ഞിക്കൂനനാണ്. കുഞ്ഞിക്കൂനനില് ദിലീപേട്ടൻ എന്നെ വിളിക്കുന്നത്. ഓക്കെ. അത് ചോദിച്ചു, ഞാൻ നിനക്കൊരു ലൈഫ് വരാൻ വിളിക്കാം. ഓക്കെ. അപ്പൊ ഞാൻ എന്താ ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോഴാ നീ എന്ന് പറഞ്ഞു. ഒന്ന് ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിരിച്ചു. അപ്പൊ അത് പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇത് വെട്ടിപ്പോകും. കാരണം ജോക്കറും വീശമാധനും കഴിഞ്ഞിട്ടാണ് ഈ പടം വരുന്നത്. അപ്പൊ ഞാൻ പെണ്ണായിട്ട് വരുന്നെന്ന് പറയുമ്പോ ഓഡിയൻസിനെല്ലാം മനസ്സിലാവും ഞാൻ. അപ്പൊ അത് വർക്കൗട്ട് ആവാതെ ചിലപ്പോ പോവാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ മനസ്സുകൊണ്ട് കുറിച്ചു. അതുകൊണ്ട് ഞാൻ അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ആരോടും പറഞ്ഞില്ല ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ആ സിനിമ കണ്ടപ്പം ഞാൻ തന്നെ ചിരിച്ചു പോയി. കാരണം അതിനു മുമ്പുള്ള മുന്നൊരുക്കങ്ങളാണ് അതിന് ചിരി ഉണ്ടാക്കുന്നത്. ആ സിനിമയ്ക്ക് ആ ഒരു സീനിലേക്കുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടല്ലോ. ഈ പെണ്ണ് കാണലിന് വേണ്ടി ഒരുങ്ങുന്നത് തൊട്ടിട്ടാണ് ഇതിന്റെ ആ ഒരു ലാസ്റ്റ് ഈ പെണ്ണിനെ കണ്ടു കഴിഞ്ഞിട്ട്
ആ പെണ്ണും വേണ്ട എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതാണ് അതിന്റെ ഒരു. അപ്പൊ ദിലീപേട്ടൻ അന്ന് വിളിച്ചത് പറഞ്ഞതിനകത്ത് വാക്ക് പറഞ്ഞതാണ്, നിനക്കൊരു ലൈഫ് വരാനെന്ന് പറഞ്ഞ പോലെ ഇന്നും ആ ക്യാരക്ടർ പലരും പറയുന്നുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ അമ്മച്ചിമാരൊക്കെ ഉണ്ടല്ലോ, ചേച്ചിമാരൊക്കെ, അവരത് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിച്ച് എന്റെ കൈയൊക്കെ പിടിച്ച് കുലിക്കുക, എന്റെ പൊന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഭയങ്കര രസമാണ്. അതിനകത്ത് കാല് മാത്രം ആദ്യം കാണിക്കും, കാല് കൊണ്ടൊരു നാണം അല്ലേ, അതിനുശേഷമാണ് ആ ക്യാരക്ടർ ഇങ്ങോട്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്തത്. കാലില് ക്യൂടെക്സ് വരെ ഇട്ടിട്ടുണ്ട്, ക്യൂടെക്സും പാദസരവും ഒക്കെ ഇട്ടിട്ട് അതുപോലെ ഒരു ബ്രൈഡിന്റെ അല്ലെങ്കിൽ ഒരു പെൺ, അങ്ങനെ അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടാണ് അതിന്റെ മേക്കപ്പ് വന്നത്. അത് ഭയങ്കര ഭയങ്കര രസമാട്ടോ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പൊ മനസ്സിൽ നിൽക്കുന്നേ. അടുത്തൊരു ചിത്രം അതുപോലെ ഉണ്ട്, മീശ മാധവൻ. പിന്നെ ഞാനിത് കട്ട് ചെയ്ത് പോകുമെന്ന് പറയാൻ കാര്യം, ഞാനിത് കട്ട് ചെയ്ത് പോകുമെന്ന് പറയാൻ കാര്യം വേറൊന്നുമില്ല. അതിനു മുമ്പ് ജോക്കറിൽ ഒരു പെൺവേഷം ചെയ്തിട്ടുണ്ട് ഞാൻ. ഉണ്ട്. അപ്പൊ ഈ പെണ്ണ് തന്നെ, അപ്പൊ അങ്ങനെ വന്നാലും ഇത് ഡബിൾ അടിക്കൂലേ. പക്ഷെ അതാ ഞാൻ പറഞ്ഞേ, ആ സീനിന്റെ ആ ഒരു ബലമുണ്ട്, അത് ഭയങ്കര രസമായത്. ഭയങ്കരമായിരുന്നു ആ സീനിന് തൊട്ട് മുന്നേ ദിലീപ് മേക്കപ്പ് ചെയ്ത് ഇറങ്ങുമ്പോഴേ നമ്മൾ പ്രതീക്ഷിക്കുക ഇപ്പൊ ഒരാൾ വരും, ആ ആൾ ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടൊന്നും നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. അപ്പം ആ ആളിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. വണ്ടി പോകുന്നു, കാറിൽ നിന്ന് ഇറങ്ങുന്നു, അവിടെ കയറുന്നു, അതിനുശേഷം അവിടെയും സംഭാഷണങ്ങളാ, പെണ്ണ് വന്നിട്ടില്ല, പെണ്ണ് ഇപ്പൊ വരും എന്നുള്ള രീതിയിൽ. അത് ഭയങ്കര ഒരു അതിന്റെ മേക്കിംഗ് ഭയങ്കരമായിരുന്നു. ആ മേക്കിംഗ് കൊണ്ടാണ് നമ്മളത് വല്ലാണ്ട് അക്സെപ്റ്റ് ചെയ്തത്. പക്രു ചേട്ടാ, അടുത്ത അതേപോലെ ഒരു ചിത്രം പറയുകയാണെന്നെങ്കിൽ ഇതേപോലെ ഒരു റോൾ അല്ലേ, മീശ മാധവൻ. അതെ അതെ, അതിന്റെ ഓർമ്മ പെട്ടെന്ന് എന്താണ്? മീശമാധവന്റെ ഓർമ്മകൾക്കകത്ത് ഞാൻ ഒരിക്കലും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പടത്തിനകത്ത് മീശക്കാരൻ മാധവന് ദോഷത്തിനാനാശ എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് പാടുമ്പോ, ആ പാട്ട് പാടുന്നതിന്റെ കൂടെ ഇച്ചിരി എന്താ പറയാ, ഒരു പയ്യൻ, അവന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ചേച്ചി എന്നെക്കാളും വലുതായിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ നിന്നിട്ട് ആ പാട്ട് പോത്തിന്റെ മുകളിലൊക്കെ ഉണ്ട്. അവൻ ആ പടത്തിൽ ത്രോട്ട് ഉണ്ടവൻ. ഇവന് അത് കഴിഞ്ഞ് ഈ സിനിമയെല്ലാം കഴിഞ്ഞ് സിനിമ ഹിറ്റായി വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ തിരുവനന്തപുരത്ത് ജയിലിലൊരു പ്രോഗ്രാമിന് പോയി. ജയിലിൽ പ്രോഗ്രാമിന് പോയപ്പോ അവനെ അവിടെ കണ്ടു. അവിടെ വന്നതല്ല, അവിടുത്തെ ജയിൽ ഒരു പ്രതിയായിട്ട് അവനെ കാണും. എനിക്കത് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി, ഞാൻ ഭയങ്കര വിഷമമായിപ്പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചേട്ടാ എന്നെ ഓർക്കണ്ടോ, നമ്മളൊന്നിച്ച്. അവൻ ഇച്ചിരി വലുതായി എന്ന് പറഞ്ഞാൽ അവന്റെ മുഖം അതുപോലെ തന്നെ ഇരിക്കും, വലിയ വ്യത്യാസമൊന്നുമില്ല, മനസ്സിലായി, എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവന് സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന്, അപ്പൊ അവൻ ലൊക്കേഷനിലേക്ക് വരുമ്പോൾ ഒരു നാട് മുഴുവനാണ് അവനെ യാത്ര അയക്കാൻ വിടുന്നത്. ഇവൻ സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അത്രയും ഗ്രൗണ്ട് സപ്പോർട്ട് ഉള്ളത് ആ നാട്ടുകാരൻ തന്നെ. അപ്പൊ അവനെ ഞാൻ അവിടെ കണ്ടപ്പോ എനിക്കൊരു വലിയൊരു ഒരു ഷോക്കായി. പിന്നീട് അതിന്റെ ഒരു കഥ അറിഞ്ഞത്, അവനെ ഉപദ്രവിക്കാൻ ആരോ നോക്കുവോ, അവൻ എന്തോ തട്ടിയെടുത്ത് കുത്തി, അയാള് മരിച്ചുപോയി. അങ്ങനെ എന്താ പറയുക, കൊലക്കുറ്റത്തിനാണ് അവന്റെ കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് DIG അന്ന് എന്നോട് സംസാരിച്ചായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൻ ഇറങ്ങി, അത് കഴിഞ്ഞ് അവൻ മരിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം ഒരു ചെറിയ കഥാപാത്രം നാം മീശമാധവൻ ചെയ്ത ആ കുട്ടിയുടെ ഉപകഥയാണ് ഞാൻ പറഞ്ഞു, ജീവിതകഥയാണ് പറഞ്ഞത്. അപ്പൊ അത് അന്ന് പറഞ്ഞതുപോലെ മീശമാധവൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെയാണ്. ആ സിനിമ ചെയ്യുമ്പോ ഇത് ഇത്രയും ചിരി ഉണ്ടാക്കുമെന്നോ, ഇത്രയും ആളുകൾ ഏറ്റെടുക്കുമെന്നോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അതില് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത നമുക്ക് പോലും അത്ര ഒരു മൈലേജ് കിട്ടുമെന്ന് ഒന്നും പ്രതീക്ഷിച്ചില്ല. അതിനകത്ത് വേറൊരു രസം എന്ന് പറഞ്ഞാൽ കലാഭവൻ പ്രചോദനെ ഞാനാണ് സാറിന് വേണ്ടി പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഈ ക്യാരക്ടറിന് വേണ്ടി വിളിച്ച് പ്രചോദൻ ലൊക്കേഷൻ വന്നു. ഞാൻ വാ സാറിനെ ഞാൻ കാണിച്ചുതരാമെന്ന് ഞാൻ പോയി സാറിനെ പ്രചോദനെ പരിചയപ്പെടുത്തി കൊടുക്കാം. അതിനകത്ത് ഒരു ചെറുക്കന്റെ റോളാണ് ചെയ്യുന്നത്. ഒരു പാട്ടുണ്ട്, പെണ്ണേ പെണ്ണേ എന്ന് പറഞ്ഞ ആ പാട്ടിനകത്ത് കല്യാണ ചെറുക്കനാണ് കലാഭവൻ പ്രചോദ്. ആ പ്രചോദ് പിന്നീട് 4, 5, 6 സിനിമകളിൽ കല്യാണ ചെറുക്കനായിട്ട് മാത്രം അഭിനയിച്ചു എന്നുള്ളതാണ്. ഞാൻ സിനിമയുടെ ഒരു മൈലേജ് എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറയുന്നത്. ചെറിയ ക്യാരക്ടർ തൊട്ടിട്ട് വലിയ ക്യാരക്ടർ ചെയ്തവര് വരെ പിന്നീട് അതില് ഭയങ്കരമായിട്ട് അത് ഇന്നും ട്രോളിലൂടെ മീശമാധവൻ അങ്ങനെ അത് ദിലീപേട്ടന്റെ എഫർട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടീം ഉണ്ടല്ലോ ഹ്യൂമർ ഉണ്ടാക്കാൻ വേണ്ടി, അത് അതിനോട് ചേർന്ന് തന്നെ നല്ല രസമായൊരു വളരെ എൻജോയ് ചെയ്തൊരു
ലൊക്കേഷൻ ആയിരുന്നു. ഒരു ഉത്സവം, ഒരു ഫാമിലി പോലെ ആ ലൊക്കേഷനും എൻജോയ്മെന്റ് ആണ്, ആ സിനിമ അതേപോലെ എൻജോയ്മെന്റ് ആണെന്നുള്ള കാലത്തെ അതിജീവിച്ചത്. നമ്മൾ ഇനി എത്ര വർഷം കഴിഞ്ഞോട്ടെ നമ്മൾ ഈ പറയുന്ന മീശമാധവനും അത്ഭുത ദീപം അല്ലെങ്കിൽ ഈ പറയുന്ന ദിലീപേട്ടന്റെ കുറെ സാധനങ്ങളുണ്ട്, CID ബസ്, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ് ചർച്ച ചെയ്ത് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കുന്ന സാധനങ്ങൾ. അടുത്തൊരു സിനിമയുണ്ട് കേട്ടോ, അടുത്തൊരു സിനിമ മൈ ബിഗ് ഫാദർ. അതും ഒരു ത്രൂ ഔട്ട് കഥാപാത്രം അല്ലേ, കുഞ്ഞന്റെ മോനെ എന്നൊക്കെ ഉള്ള വിളി ഇപ്പോഴുണ്ട് കാതുകളിൽ. അതിന്റെ ഓർമ്മകൾ എന്താണ്? മൈ ബിഗ് ഫാദർ ജയറാമേട്ടനോട് ഞാൻ പണ്ട് ഷോയ്ക്ക് പോയിരുന്നു. ഗോൾഡൻ ഡ്രീംസ് എന്ന് പറഞ്ഞു, ജയറാമേട്ടനും പ്രഭു സാറുമായിരുന്നു അത് ലീഡ് ചെയ്തത്. ആ ഷോയിലെ ഏറ്റവും ലാസ്റ്റത്തെ ആർട്ടിസ്റ്റ് ആയിരുന്നു ഞാൻ. അന്ന് ഞങ്ങളൊന്ന് അതിനകത്ത് ത്രൂട്ട് പല പല ഐറ്റംസും, സ്ക്രിപ്റ്റും, പ്രോഗ്രാം, 2 man ഷോ, ജയറാമേട്ടൻ ഞാൻ കോമ്പിനേഷൻ, ഹരിശേഷ ചേട്ടൻ ഞാൻ കോമ്പിനേഷൻ, സ്ക്രിപ്റ്റുകള്, പാട്ട് തുടങ്ങിയിട്ട് എല്ലാം. അതിന്റെയൊക്കെ ചില കഷ്ടങ്ങളൊക്കെ ഇപ്പം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ ക്ലിപ്പായിട്ടൊക്കെ ഇതിനകത്ത്. പക്ഷെ ആ ഒരു കാലത്തില് ഞാൻ അന്ന് ആ പെർഫോമൻസ് ചെയ്തതിന് ശേഷം എനിക്കന്ന് ജയറാമേട്ടൻ ഗിഫ്റ്റായിട്ടൊരു മാല തന്നായിരുന്നു. വളരെ പുള്ളി സന്തോഷം. അവർ രണ്ടുപേരുടെ വന്ന് റൂമിൽ വന്ന് ഗിഫ്റ്റ് ആയിട്ട് അതൊക്കെ തന്നിട്ട് എല്ലാം കഴിഞ്ഞ് പോയതിനു ശേഷം കാലം കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞിട്ട് ഇനി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അച്ഛനായിട്ട് എനിക്കൊരു ക്യാരക്ടർ വരുമെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് എന്തായിരിക്കും. പിന്നെ രണ്ടാമത്തത് എനിക്ക് ഭയമായിരുന്നു. കാരണം ഇത് ഞാൻ മറ്റൊരു കഥ അറിഞ്ഞത്, ഈ സംവിധായകനും അതായത് മഹേഷ് ഏട്ടൻ, SP മഹേഷ് ഏട്ടനും അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും കൂടെ ജയറാമേട്ടനെ കാണാൻ പോയി കഥ പറഞ്ഞു. ജയറാമേട്ടന് കഥ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടതിന് ശേഷം ജയറാമേട്ടൻ അവരോട് പറഞ്ഞു, അജയനെ വിളിച്ച് ചോദിക്ക്, അജയൻ എന്താണ് പറയുന്നത് അതുപോലെ നമുക്ക് ചെയ്യാൻ പറഞ്ഞു. അജയൻ ഓക്കെയാണോ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു പുള്ളി. അതെനിക്കൊരു വലിയൊരു കോംപ്ലിമെന്റ് ആയിരുന്നു. കാരണം ആ ഒരു വാക്ക് പിന്നീട് ആ സിനിമയില് അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസും കൂടി നമ്മുടെ ക്യാരക്ടറിനെ ഒരുപാട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫാദറായിട്ട് മകനായിട്ട് പുള്ളി മുന്നിൽ നിന്ന് അഭിനയിക്കുമ്പോഴാണല്ലോ നമ്മളിൽ അറിയാതെ. ഞാനങ്ങനെ വലിയ പ്ലാൻഡ് ആർട്ടിസ്റ്റോ പ്രിപ്പയർ ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും നമുക്കില്ല. നമ്മൾ ഈ സ്പോണ്ടേനിയസ് എന്നല്ല, കീ കൊടുക്കുമ്പോ ഈ ചലിക്കുന്ന ഭാവം എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു തീ എവിടെന്നെങ്കിലൊക്കെ വന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതങ്ങനെ അറിയാതെ അങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടർ അങ്ങനെ വലിയ മുന്നൊരുക്കങ്ങളൊന്നുമില്ലായിരുന്നു. അതിന്റെ വിഗ് കാരണം തന്നെ ഏതാണ്ട് ഒരു ദിവസം ഷൂട്ട് മുടങ്ങിയിട്ടുണ്ട്. ഒരു വിഗ് കൊണ്ടുവന്ന് വെച്ചിട്ട് അത് സ്യൂട്ട് ആവാതെ അത് ഏജ് ഫീൽ ചെയ്യാത്തോണ്ട് വേറെ വിഗ് വെച്ച് അങ്ങനെയൊക്കെ ഒത്തിരി എന്താ പറയാ നമുക്ക് ചെറിയൊരു ടെൻഷനോടുകൂടി ചെയ്തതാണ്. പക്ഷെ അത് നമ്മുടെ ജനങ്ങളാണ് ഏറ്റെടുത്ത് ആ ഒരു ക്യാരക്ടറിനെ സ്വീകരിച്ചത്. അടിപൊളിയാണ്. അതില് ഒറ്റ റിക്വസ്റ്റ് കൂടെ ഉണ്ട് കേട്ടോ, വേറെ ഒന്നുമില്ല. ആ കുഞ്ഞന്റെ മോനെ എന്നുള്ള വിളി അതിപ്പോഴും ഞാൻ പറഞ്ഞില്ലേ കാതുകളുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് ഒരു തവണ ആ കുഞ്ഞന്റെ മോനെ ഒന്ന് കേൾക്കാനൊരു ആഗ്രഹമാണ്. ഇതാണ് ആ വിളി. അടിപൊളി. അതിനകത്തെ ഒരു ഭയങ്കര സൗണ്ട് മോഡുലേഷൻ കൂടെ വരുന്നുണ്ട് കേട്ടോ. ചേട്ടൻ ഇപ്പൊ സംസാരിക്കുന്ന ഒരു മോഡുലേഷൻ അല്ല. ഇനിയിപ്പോ മലയാളക്കരയൊക്കെ വിട്ട് തമിഴ് സിനിമയിലോട്ട് ചേക്കേറുമ്പോ പ്രഭുദേവ അല്ലെങ്കിൽ സൂര്യ, വിജയ്, മലയാളികളും തമിഴൻ അല്ലെങ്കിൽ തമിഴകവും ഇന്ത്യൻ സിനിമ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന 3 പേര്. അവരെ 3 പേരോടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും? 3 പേരോടും ഉള്ള എക്സ്പീരിയൻസ് വളരെ വളരെ നല്ലതായിരുന്നു. കാരണം അതില് വിജയ് സാറുമായിട്ടുള്ള ആ സിനിമ ഒരു 4-5 ദിവസം ഉണ്ടായിരുന്നു, ഒരാഴ്ചക്ക് അടുത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷെ സൂര്യ സാറുമായിട്ടുള്ള പടത്തിന് ഏതാണ്ട് 1 വർഷത്തിനടുത്ത് പല പല ഷെഡ്യൂളുകളായിട്ട് പോയി ചെയ്തിടാം. അത് 7ാം അറിവ്. അതെ. പിന്നെ പ്രഭുദേവ സാറുമായിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ആദ്യം എന്നെ വിളിച്ചപ്പോ തന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഡാൻസ് ഉണ്ടാവും ചോദിച്ചു. കാരണം എന്റെ പടങ്ങളിലെല്ലാം എനിക്ക് സ്റ്റെപ്പിട്ട് തന്നിട്ട് കൊറിയോഗ്രാഫേഴ്സ് മാറി ഇന്ന് താടിക്ക് കൈ കൊടുത്തേക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഞാൻ ആദ്യം ചോദിച്ചപ്പോ തന്നെ ഡയറക്ടർ ഇങ്ങോട്ട് പറഞ്ഞു, അയ്യോ അങ്ങനൊന്നുമില്ല, പേടിക്കണ്ട, നിങ്ങൾ ഫ്രണ്ട് ക്യാരക്ടറാണ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ ആ സിനിമ ചെയ്യുന്നത്. ബഗീര എന്ന് പറഞ്ഞ പടം ചെയ്തത് വളരെ നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. എല്ലാവരും തന്നെ നമ്മൾ ഈ മലയാളത്തിൽ നിന്ന് ചെല്ലുമ്പോഴുള്ള ആർട്ടിസ്റ്റുകളോട് അവർക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. പിന്നെ രണ്ടാമതിപ്പം അതിന് മുമ്പ് തന്നെ ഞാൻ തമിഴ്നാട്ടിലൊരു സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിരുന്നു. ഡിഷ് എന്ന് പറഞ്ഞ പടമാണ് ജീവയായിട്ട് അഭിനയിച്ച ആദ്യത്തെ പടം എന്റെ. അപ്പൊ അതിൽ ഞാൻ ആ അവാർഡ് നൈറ്റിൽ ചെന്ന സമയത്ത് 2 വർഷത്തെ അവാർഡ് ഒന്നിച്ചു കൊടുക്കുമായിരുന്നു. 2005 2006 തോന്നുന്നു. അപ്പോ എല്ലാരും ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അവിടുത്തെ മീഡിയയിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് അത് കവറേജ് ആയി. പിന്നെ ഇപ്പോഴും അതിനകത്ത് അതിന്റെ ഒരു സീക്വൻസ് ഇപ്പോഴും
ക്ലിപ്പായിട്ടും പോസ്റ്റായിട്ടൊക്കെ പോകുന്നുണ്ട്. അജിത് സാറും ഞാനും കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്ന, പുള്ളി എന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് ഒരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോയൊക്കെ അത്യാവശ്യം വൈറലായിരുന്നു. ഇപ്പോഴും അത് ഇങ്ങനെ കടന്ന് കളിക്കുന്നുണ്ടത്. അപ്പം ആ ഒരു വേദിയിലൊക്കെ ഇവരെല്ലാവരും എന്നെ കണ്ടതുകൊണ്ട്, പിന്നെ ഞാനൊരു പടം തമിഴിൽ ചെയ്തതുകൊണ്ടും ഒക്കെ തന്നെ ഇവർക്കൊക്കെ എന്താ പറയാ ഒരു പ്രത്യേക താല്പര്യം നമ്മളോട് ഉണ്ടായിരുന്നു. ഒരു കോ ആർട്ടിസ്റ്റ് എന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് കുറച്ചുകൂടി ഒന്ന് ക്ലോസ് ആയിട്ട് സൗഹൃദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായത് വിജയ് സാറുമായിട്ട്. ഞങ്ങൾ ഈ കോ ആർട്ടിസ്റ്റുകളൊക്കെ വിട്ടു, അതിനും അപ്പുറത്തേക്ക് പോയിട്ട് പിന്നെ നമ്മൾ പഴയ നമ്മുടെ മിമിക്രി സൗഹൃദം ഒക്കെ ഉണ്ടല്ലോ, ഷോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ മാറി ഒന്നിച്ചൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറയാം, നാട്ടിലെ കാര്യങ്ങൾ, സിനിമയെ കുറിച്ചൊക്കെ പറയാ, എന്നെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ ആരോടും ചോദിക്കാതെ തന്നെ എനിക്ക് വേണമെങ്കിൽ ക്യാരവാനിൽ കയറി കാണാം, അങ്ങനെ കയറി കണ്ട് ഫോട്ടോഗ്രാഫ് നാട്ടിൽ വരുമ്പോൾ വിളിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്പർ തന്നു. പിന്നീട് പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചിട്ടുണ്ട്. നാട്ടിലുള്ള സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്ന, അല്ലാതെ അദ്ദേഹത്തിന്റെ സിനിമകൾ ഇവിടെ റിലീസ് ചെയ്യുമ്പോൾ പോയി കണ്ടിട്ട് അതിന്റെ ഫസ്റ്റ് അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള എന്താ പറയുക കുറച്ചുകൂടി ഒന്ന് ക്ലോസ് ആയിട്ട്, പ്രത്യേകിച്ച് ഞങ്ങൾ 3-4 പേരെ അന്നേരം ആ സമയത്തുള്ളൂ കോളേജില് ആ ഷൂട്ട് നടക്കുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹമായിട്ട് കുറച്ചുകൂടെ അടുത്ത് ഇടപഴകാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ ശരിക്കും എങ്ങനെയുള്ള കഥാപാത്രങ്ങളെയാണ് കൂടുതലും പക്രുചേട്ടൻ ഇഷ്ടപ്പെടുന്നത്? അത് എല്ലാ കഥാപാത്രങ്ങളെയും ഇഷ്ടമാണെന്ന് പറയുന്നാലും വരാനിരിക്കുന്ന ചിത്രങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ അപ്ഡേഷനും ഈ പറഞ്ഞ പോലെ വരാനിരിക്കുന്നത് ഈ മെയ് മാസം, അതായത് മെയ് ആദ്യം റിലീസ് ചെയ്യാൻ പോകുന്ന 916 കുഞ്ഞൂട്ടൻ. ഓക്കെ. അതിനകത്ത് ഇതുവരെ കാണാത്ത, ചിലപ്പോ ഇപ്പൊ ഇത്രയും പറഞ്ഞ സിനിമകളിൽ നിന്ന് കാണാത്ത എന്നെ ചിലപ്പോ കാണാൻ പറ്റിയേക്കും. പിന്നല്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഉയരക്കുറവിന്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കഥാപാത്രം അല്ലാതെ വലിയൊരാള് ചെയ്യേണ്ട സംഭവം ചെറുതായ ഞാൻ ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ടെക്നിക്കൽ സൈഡാണ്. അതിലെ പാട്ടുകളൊക്കെ ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ പടം ഒരു ഫാമിലി എന്റർടൈൻമെന്റ്, എല്ലാ തരത്തിലുള്ള ആളുകൾക്കും കാണാൻ പറ്റുന്ന, ന്യൂജനും കുറച്ച് ഓൾഡ് ജനും അല്ലെങ്കിൽ ഏത് പ്രായക്കാർക്കും കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു റിയലിസ്റ്റിക് സിനിമയായിട്ടോ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു രീതി എന്നുള്ളതല്ല, ഒരു നല്ലൊരു കഥയെ എല്ലാ തരത്തിലും ആളുകൾക്ക് എന്താ പറയാ അഭിരുചിക്കനുസരിച്ച് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയായിരിക്കും 916 കുഞ്ഞൂട്ടൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ സൂപ്പർ. അപ്പൊ നമ്മളൊക്കെ കട്ട വെയിറ്റിംഗ് ആണ് ആ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട്. ഒരുപാട് സന്തോഷം. സത്യം പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചില ആൾക്കാരുണ്ട് പക്രുചേട്ടാ, നമ്മുടെ സിനിമയിലൂടെ നമ്മുടെ മനസ്സിൽ കയറി കഴിഞ്ഞാലും ഈ സിനിമ കാണുന്നതിനോടൊപ്പം തന്നെ അവരുടെ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ അവർ ജെനുവിനായിട്ട് സംസാരിക്കുന്ന ഈ പറയുന്ന റിയൽ ലൈഫിലുള്ള ഒരു സംസാരമുണ്ട്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച രീതിയിൽ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം കൂടി പറയാം, അനുഭവമല്ല എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കൂടി പറയുകയാണെന്നുണ്ടെങ്കിലും കുറേ സെലക്റ്റീവായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ ഇന്റർവ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണും. അവരുടെ ഒരു സ്റ്റേജ് ഷോ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റേജ് ഷോയിൽ അവർ സംസാരിക്കുന്ന കേൾക്കും. അങ്ങനെ സംസാരിക്കുന്നതിനേക്കാൾ ഭയങ്കര ഇഷ്ടമുള്ള ആ ഫേവറേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരാളാണ് കേട്ടോ പക്രുചേട്ടൻ. ഇതെൻ്റെ പേഴ്സണൽ കാര്യം കൂടി ഞാൻ പറയാം. പക്ഷേ എൻ്റെ ഈ പേഴ്സണൽ കാര്യം ഒരുപാട് പേർക്ക് അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ അജിത്ത് ഇവിടെ നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും അതേപോലെ തന്നെ കൈയെടുത്ത് കാണിക്കുക കറക്റ്റ് ആണെന്നുള്ളത്. കാരണം അതിനകത്ത് മണിച്ചേട്ടൻ വരും, ഈ പറഞ്ഞ പക്രുചേട്ടൻ അതിനകത്ത് വരുന്ന ആളാണ്. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, അവർ സിനിമയിൽ അഭിനയിക്കുന്നതൊക്കെ നമുക്ക് ഇഷ്ടമാണ്, അതേ ഇഷ്ടമായിരിക്കും അവർ നമ്മളോടൊരപ്പം അല്പസമയം കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമുക്ക് ഈ ഈസ്റ്റർ ദിനത്തിൽ കിട്ടിയതിൽ ഭയങ്കര സന്തോഷമാണ്. ആ സന്തോഷം പേഴ്സണലി എനിക്കുണ്ട്, അല്ലാതെ നമ്മുടെ ക്രൂവിന് മൊത്തം ഉണ്ട്, ആശ്രയ FM 90 ഉണ്ട്, നമ്മുടെ ലിസണേഴ്സിനും ഒക്കെ ഉണ്ട് കേട്ടോ. വളരെ സന്തോഷം. ഒരിക്കൽ കൂടി എല്ലാവർക്കും, പ്രത്യേകിച്ച് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആശ്രയ FM 90 എല്ലാ ലിസണേഴ്സിനും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് മീ GV സൈനിങ് ഓഫ് ഫ്രം റെഡ് കാർപ്പറ്റ്. സ്റ്റേ ട്യൂൺ.